അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരല്ല, മുന്നിലുള്ള അവസരത്തെ അക്ഷീണ പ്രയത്നത്തിലൂടെ കീഴടക്കുന്നവരാണ് വിജയിക്കാൻ പോകുന്നത്. മക്കളെ, നിങ്ങൾ റെഡിയാണോ RRB ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി ഒരു 45 ദിവസം കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ? അങ്ങനെയാണെങ്കിൽ 45 ദിവസവും എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതിന്റെ ഓർഡർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓരോ ദിവസവും നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഓരോ ദിവസവും നിങ്ങൾ കവർ ചെയ്ത് പോകേണ്ടത്, ഒരു ടോപ്പിക്കിന് എത്ര ഡ്യൂറേഷൻ കൊടുക്കണം, ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. RRB ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ അധിക താമസമില്ലാതെ നടക്കാൻ പോവുകയാണ്. ഒക്ടോബർ ലാസ്റ്റിലേക്കോ നവംബർ ആദ്യത്തേക്കോ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ മക്കളെ, നിങ്ങൾ ഈ രീതിക്ക് ഒന്ന് പഠിച്ചു നോക്ക്. നിങ്ങൾക്ക് വലിയൊരു മാറ്റം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മാർക്സിൽ റിസൾട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു എക്സാം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ടതാണെന്ന് വിചാരിക്കുക. ധൈര്യമായിട്ട് കൂടെ നിൽക്കുക. 45 ദിവസം എന്താണ് പഠിക്കേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞുതരാം. മക്കളുടെ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങളുടെ മുൻപിൽ ഇനി എത്ര സമയമുണ്ട്? അതായത് എക്സാമിനേഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ ഒക്ടോബർ ലാസ്റ്റിലേക്കോ നവംബറിലേക്കോ ആണ് എക്സാമിനേഷൻ നടക്കുക. ഓക്കെ, ഈ ഒരു റേഞ്ച് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് സെപ്റ്റംബർ മാസത്തിന്റെ ഫുള്ളുണ്ട്, അതേപോലെ തന്നെ ഒക്ടോബർ മാസത്തിന്റെ പകുതിയുമുണ്ട്. ആ ഒക്ടോബർ പകുതി വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 45 ദിവസം കാൽക്കുലേറ്റ് ചെയ്യാം. ബാക്കിയുള്ള എത്ര ദിവസം മുന്നോട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് റിവിഷന് വേണ്ടി ഉപയോഗിക്കാം. ഞാൻ പ്യുവർ ആയിട്ട് പഠിക്കാനുള്ള ഒരു 1.5 മാസം 45 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ട് തരുക. ഇവിടെ നിങ്ങൾ ഓരോ ദിവസവും ഞാൻ ഓരോ ടോപ്പിക്ക് പഠിക്കും. നിങ്ങൾക്ക് വേറെ കുറെ ടോപ്പിക്കുകൾ പഠിക്കാൻ സമയമുണ്ടായിരിക്കാം, നിങ്ങൾ അതൊക്കെ പഠിച്ചോളൂ. പക്ഷെ അതിനോടൊപ്പം ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകൾ, ഒരു ദിവസം 2 ടോപ്പിക്കുകൾ ഞാൻ പറയും. ആ 2 ടോപ്പിക്കുകൾ നിങ്ങൾ ബാക്കി എന്തു പഠിച്ചാലും അതിനോടൊപ്പം തന്നെ ഈ 2 ടോപ്പിക്കുകൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാധാന്യം കൊടുക്കുക. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മാർഗം ഇങ്ങനെ മേപ്പോട്ട് കയറി പോകുന്നതായിട്ട് കാണാൻ പറ്റും. മക്കളെ, ആദ്യത്തെ ഒരു കാര്യം നിങ്ങളുടെ സിലബസ് ആണ്. സിലബസിൽ നിങ്ങൾക്കറിയാം ജനറൽ സയൻസിന് 25 മാർക്കുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു വെയിറ്റേജ് എന്തിനുണ്ട്, നമ്മുടെ ജനറൽ സയൻസിനുണ്ട്. ഞാൻ ജനറൽ സയൻസിലെ ടോപ്പിക്കുകൾ, പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകൾ ഏതാണ്ട് മിഡിൽ ഭാഗത്തോട് ചേർന്നാണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ കാരണം ഒരു എക്സാം അടുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി മെമ്മറൈസ് ചെയ്ത് നിർത്താനായിട്ട് അത് നിങ്ങളെ സഹായിക്കും. അപ്പൊ കുറച്ച് ടോപ്പിക്കുകൾ ഞാൻ എടുത്തിട്ടിരിക്കുന്നത് ഒരു പകുതിക്ക് ശേഷമാണ്. ഞാൻ അതിനുശേഷം നോക്കിയ മാത്സ്, അവിടെ 25 മാർക്കുണ്ട്. ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ മാത്സിന് നല്ല പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. ജനറൽ ഇന്റലിജൻസ് 30 മാർക്കാണ്. സ്വാഭാവികമായിട്ടും അതിനും നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ GK എന്ന് പറയുന്നത് 20 മാർക്കാണ്. ഇത് ഞാൻ അവിടെയും ഇവിടെയും മിക്സ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം ഇവിടെ കറണ്ട് അഫയറിൽ നിന്ന് ചോദ്യങ്ങൾ ഒരുപാട് കയറി വരുന്നുണ്ട്, സ്റ്റാറ്റിക് GK നിന്ന് ചോദ്യങ്ങൾ ഒരുപാട് കയറി വരുന്നുണ്ട്. നിങ്ങൾ ആ ഭാഗങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തോണം. ദെൻ ഇവിടെ ഞാൻ പറയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുത്തോണം. അത് നിങ്ങൾ ആ ഓർഡറിൽ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും പിന്നീട് കിട്ടാൻ പോകുന്ന റിവിഷനിലൂടെയും എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡേ 1 പോവുകയാണ്. ഒന്നാമത്തെ ദിവസം മക്കളെ നിങ്ങൾക്ക് എന്ത് പഠിക്കാം? ഒന്നാം ദിവസം നിങ്ങൾ നമ്പർ സിസ്റ്റത്തിൽ തുടങ്ങണം. നമ്പർ സിസ്റ്റം പാർട്ട് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടൈം എന്ത് ചെയ്യുക, നമ്മുടെ നമ്പർ സിസ്റ്റത്തിന്റെ കുറെ ഭാഗങ്ങൾക്ക് വേണ്ടി കൊടുക്കുക. കാരണം നമ്പർ സിസ്റ്റം വലിയൊരു ടോപ്പിക്കാണ്. വലിയ ടോപ്പിക്കുകളായിട്ടുള്ളതിനെ 2-3 പാർട്ടുകളായിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. ആ രീതിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ലാഭിക്കാൻ പറ്റും. ഒന്നാം ദിവസം നിങ്ങൾ നമ്പർ സിസ്റ്റം പാർട്ട് 1 പഠിക്കുന്നു. അതേ ദിവസം തന്നെ അനലോഗീസ് പഠിക്കുന്നു. കാരണം എന്താ, ഈ റീസണിങ്ങിന്റെ ഭാഗത്ത് 30 മാർക്കുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഭാഗമാണിത്. ഞാൻ കൃത്യമായിട്ട് കഴിഞ്ഞ NTPC അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡി എക്സാമുകൾക്ക് വന്നിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കി ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ ടോപ്പിക്കുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഒന്നാം ദിവസം നിങ്ങൾ ഈ 2 ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. ബാക്കിയൊക്കെ പഠിച്ചോ, അതിന്റെ കൂട്ടത്തിൽ ഈ 2 ടോപ്പിക്കുകൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. ദെൻ ഡേ 2 എത്തുമ്പോഴത്തേക്കും ഇൻഡസ് വാലി സിവിലൈസേഷൻ, നിങ്ങൾക്ക് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. നമ്പർ സിസ്റ്റത്തിന്റെ പാർട്ട് 2 പഠിക്കാം. ദെൻ മൂന്നാം ദിവസം എത്തുമ്പോഴത്തേക്കും ഡൽഹി സുൽത്താനേറ്റ്, മുഗൾ എംപയർ, ഈ 2 ടോപ്പിക്കുകളും അതിനോടൊപ്പം തന്നെ നമ്പർ സിസ്റ്റത്തിന്റെ പാർട്ട് 3 പഠിക്കാം. ആദ്യ 3 ദിവസം കൊണ്ട് നമ്പർ സിസ്റ്റം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. റീസണിംഗിലെ ഒരു ടോപ്പിക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഹിസ്റ്ററിയുടെ 2 ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്യാണ്. അങ്ങനെ 3 ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചിട്ടപ്പെടുത്തുക. ഇത് കൃത്യമായിട്ട് പഠിക്കാം. 4ാം ദിവസത്തേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെയും ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഫ്രീഡം സ്ട്രഗിൾ ആണ് പഠിക്കാനുള്ളത്. ദെൻ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, റീസണിംഗിലെ പാർട്ട് 1. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് അത്യാവശ്യം കുറേ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗം പഠിക്കേണ്ടത് ഡേ 4ലാണ്. ദെൻ അതിനുശേഷം സിംപ്ലിഫിക്കേഷൻ, ഡേ 5 സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൃത്യമായിട്ട് ഓർക്കുക, സിംപ്ലിഫിക്കേഷന്റെ പാർട്ട് 1 ആണ് നിങ്ങൾ ഇവിടെ പഠിക്കുക കേട്ടോ. പാർട്ട് 1 ആണ് ഡേ 5 പഠിക്കുക. ദെൻ അതിനുശേഷം കോഡിംഗ് ആൻഡ് ഡീകോഡിംഗിന്റെ പാർട്ട് 2 നിങ്ങൾ എന്ത് ചെയ്യുക, 5ാം ദിവസം നിങ്ങൾ പഠിക്കാം. ദെൻ 6ാം ദിവസത്തേക്ക് എത്തുമ്പോൾ ക്ലൈമറ്റ് ആൻഡ് വെജിറ്റേഷൻ, ജോഗ്രഫിയിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ്, റിപ്പീറ്റഡ് ടോപ്പിക്കാണ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ സിംപ്ലിഫിക്കേഷന്റെ പാർട്ട് 2 കൂടെ നിങ്ങൾ എന്ത് ചെയ്യോ, പഠിച്ചോ കേട്ടോ. സിംപ്ലിഫിക്കേഷന്റെ പാർട്ട് 2 കൂടെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ റേഷ്യോ പ്രപ്പോർഷൻ പാർട്ട് 1 കൂടെ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് 6 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ മനസ്സിലാകുന്നുണ്ടായിരിക്കാം, മാത്സ്, റീസണിങ്, അതേപോലെ തന്നെ
നമ്മുടെ CA അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ജനറൽ നോളജ്, ഈ ടോപ്പിക്കുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുക ഇമ്പോർട്ടൻസ് കൊടുത്ത് പൊക്കോണ്ടിരിക്കുന്നത്. ദെൻ ഡേ 7ലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാമുകളെ പറ്റി പഠിക്കണം. ഇത് ജോഗ്രഫിയുടെ ടോപ്പിക്കാണ്, ഡാമുകളെ പറ്റി പഠിക്കാം. റേഷ്യോ ആൻഡ് പ്രപ്പോർഷന്റെ പാർട്ട് 2 നിങ്ങൾ കവർ ചെയ്യുക. ദെൻ ഡേ 8ലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, അവിടെ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഡൈവേഴ്സ് ചെയ്യുന്നു. അവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പഠിക്കുന്നു. ദെൻ റേഷ്യോ ആൻഡ് പ്രപ്പോർഷന്റെ 3ാമത്തെ പാർട്ട് നിങ്ങൾ കവർ ചെയ്യുകയാണ്. ദെൻ ഡേ 9ലേക്ക് എത്തുമ്പോഴത്തേക്കും പെർസെൻറ്റേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പെർസെൻറ്റേജിന്റെ പാർട്ട് 1, അതേപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാകുന്നുണ്ടായിരിക്കും, GKയിൽ നിന്ന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ്, അല്ലാതെ സബ്ജക്ട് വൈസ് അല്ല നമ്മൾ പോവുക. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്താണ് പഠിക്കുക. കാരണം 20 മാർക്കാണ് ഒരു സബ്ജക്റ്റിൽ നിന്ന്. ചിലപ്പോൾ ഒരു 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്ക്, ചിലപ്പോൾ 1 മാർക്കിന് എന്ത് ചെയ്തുള്ളൂ ചില സബ്ജക്റ്റുകളും ചോദിക്കത്തുള്ളൂ. അപ്പോൾ അവിടെ മുഴുവനും പഠിക്കാൻ നിന്നിട്ട് കാര്യമില്ല. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾക്ക് വേണം പ്രാധാന്യം കൊടുക്കാൻ. ആ രീതിക്കാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡേ 9 എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ഹിസ്റ്ററിയുടെ കുറച്ച് ഭാഗങ്ങൾ പഠിക്കും, ജോഗ്രഫിയുടെ കുറച്ച് ഭാഗങ്ങൾ പഠിക്കും, അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് ഭാഗങ്ങൾ പഠിക്കും, മാത്സ്, റീസണിങ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് 9 ദിവസത്തെ സൈക്കിളിലൂടെ പൂർത്തിയാക്കാനായിട്ട് പറ്റും. ദെൻ ഡേ 10ലേക്ക് വരുമ്പോഴോ അവിടെ ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസും ഷെഡ്യൂൾസും പഠിക്കണം. നിങ്ങൾക്കറിയാം ഏതാണ്ട് 12 ഷെഡ്യൂളുകളുണ്ട്, അതേപോലെ തന്നെ ഏതാണ്ട് 470ഓളം ആർട്ടിക്കിൾ ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളുകൾ പഠിക്കുക, പാർട്ടുകൾ പഠിക്കുക, അല്ലേ, ആ പാർട്ടുകളുടെ റേഞ്ചുകൾ പഠിക്കുക. ഇതൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നിങ്ങളുടെ 10ാമത്തെ ദിവസത്തെ ടാസ്ക്. അതേ ദിവസം തന്നെ പെർസെൻറ്റേജിന്റെ പാർട്ട് 2 നിങ്ങൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ഡേ 11ലേക്ക് വരുമ്പോഴോ പെർസെൻറ്റേജിന്റെ പാർട്ട് 3 പഠിക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പാർട്ട് 1 കൂടി. 2 മാത്സ് ടോപ്പിക്കുകളാണ് ഡേ 11ലേക്ക് വരുമ്പോൾ കിട്ടുക. ദെൻ പെർസെൻറ്റേജിന്റെ പാർട്ട് 3 പഠിക്കണം, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പാർട്ട് 1 പഠിക്കണം. ഇവിടെ നിങ്ങൾ 2 ടോപ്പിക്കേ പഠിക്കുള്ളൂ. പിന്നീട് കിട്ടുന്ന സമയം നിങ്ങൾ ബാക്കി ഇതുവരെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ ആ എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും ഇനിയുള്ള സമയം നിങ്ങൾക്ക് വിനിയോഗിക്കാൻ പറ്റും. ദെൻ ഡേ 12ലേക്ക് വരുമ്പോഴോ ബേസിക് എക്കണോമിക് ടേംസുകൾ, അല്ലെ, എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ് GDP, ഇൻഫ്ലേഷൻ, ഫിസ്ക്കൽ പോളിസി, ഇതേപോലെയുള്ള കാര്യങ്ങൾ ഇഷ്ടംപോലെ റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗമാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പാർട്ട് 2 നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം കൊണ്ട് കവർ ചെയ്യാം. അപ്പൊ 12 ദിവസങ്ങളായിട്ടുണ്ട്. ഏതാണ്ട് 4 സൈക്കിളുകൾ നമ്മൾ പൂർത്തിയാക്കി. 3 ദിവസം വീതമുള്ള 4 സൈക്കിളുകൾ പൂർത്തിയാക്കി. അത്യാവശ്യം ടോപ്പിക്കുകൾ ഇങ്ങനെ കവർ ചെയ്ത് വരികയാണ്. ദെൻ നമ്മൾ 13ാം ദിവസത്തേക്ക് പോകുന്നു. അടുത്ത സൈക്കിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 13ാം ദിവസത്തിൽ ബജറ്റ് 2025-26 ഇത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ബജറ്റിന്റെ പല ഭാഗങ്ങളുണ്ടല്ലോ. ആർട്ടിക്കിൾ എത്രയാണ്, ബജറ്റ് എങ്ങനെയാണ് നടത്തുക, ബജറ്റിൽ എന്തൊക്കെ തരംതിരിവുകളുണ്ട്, ഈ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ 2025-26 ബജറ്റ് എന്ന് പറയുന്ന നമ്മുടെ കറണ്ട് അഫയർ ടോപ്പിക് കൂടി എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ശ്രമിക്കാം. സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പാർട്ട് 3 അതേ ദിവസം തന്നെ എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദെൻ 14ാമത്തെ ദിവസം RBI വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഭാഗമാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇവിടെ കറണ്ട് അഫയറിന് കൂടി പ്രാധാന്യം കൊടുക്കുക. RBIയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയറും നമ്മുടെ പരീക്ഷകൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇഷ്ട ഭാഗമാണ്, അതുകൂടി പഠിക്കാം. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് കിടക്കുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ പാർട്ട് 1 ആണ് നിങ്ങൾ അവിടെ ക്ലിയർ ചെയ്തത് കേട്ടോ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പാർട്ട് 1 എന്ത് ചെയ്യുന്നു, ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിയർ ചെയ്യുന്നു. ദെൻ ഡേ 15ലേക്ക് വരുമ്പോൾ റിലേഷൻഷിപ്സ്, ഇത് റീസണിങ്ങിലെ ടോപ്പിക്കാണ്. റീസണിങ്ങിലെ റിലേഷൻഷിപ്സ്, ബ്ലഡ് റിലേഷൻ നിങ്ങൾ കവർ ചെയ്യുക. ദെൻ സിലോജിസും, 2 ടോപ്പിക്കും റീസണിങ് ആണ്. അടിത്തറയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ശ്രമിക്കാം. 15 ദിവസമായിട്ടുണ്ട്. ഏതാണ്ട് 4 സൈക്കിൾ കംപ്ലീറ്റ് ആയി. നമ്മൾ ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, ജോഗ്രഫി, എക്കണോമിക്സ് ഈ സബ്ജക്റ്റുകളിലൂടെ ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ മാത്സും റീസണിങ്ങും അത്യാവശ്യം ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 15 ദിവസമായി. ഇവിടെ നിങ്ങൾ അടുത്ത ദിവസം പോകുമ്പോഴത്തേക്കും ഇതുവരെയുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്കാ റിവിഷൻ കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഒരു 5 ദിവസം കൂടുമ്പോൾ അതുവരെ പഠിച്ച കാര്യങ്ങൾക്ക് റിവിഷൻ കൊടുക്കുക. അതിനോടൊപ്പം നിങ്ങൾ എക്സ്ട്രാ ടോപ്പിക്കുകളും പഠിക്കാം. അങ്ങനെ വരുമ്പോൾ എന്താണ്, നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് ഒരു ടോപ്പിക്ക് പോലും എന്ത് ചെയ്യത്തില്ല, നഷ്ടപ്പെട്ടു പോകത്തില്ല. കൃത്യമായിട്ട് ഇതൊക്കെ മെമ്മറിയിൽ ഇരിക്കും. ഈ ടോപ്പിക്കുകൾ പഠിക്കാൻ എടുക്കുന്ന സമയം ചില ടോപ്പിക്കുകൾ വളരെ വേഗത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റും. ബാക്കിയുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷന് വേണ്ടി കൊടുക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് പോകേണ്ടത്. ദെൻ 16ാം ദിവസം അടുത്ത സൈക്കിളിലേക്ക് പോവുകയാണ്. 16ാം ദിവസം നീതി ആയോഗ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം. ദെൻ പ്ലാനിംഗ് കമ്മീഷനും 5 ഇയർ പ്ലാനും, നിങ്ങൾ 2 എക്കണോമിക്സ് ടോപ്പിക്കുകളാണ് എന്ത് പഠിക്കുക, 16ാമത്തെ ദിവസം പഠിക്കുക. 17 ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആൻഡ് എന്താണ് ഡേറ്റുകളും ഡേയ്സും നിങ്ങൾ പഠിക്കണം. ഇത് സ്റ്റാറ്റിക് GKയുടെ ഒരു ഭാഗമാണ് കേട്ടോ. സ്റ്റാറ്റിക് GKയുടെ ഒരു ഭാഗമാണ്.
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ്, ഇത് കറണ്ട് അഫെയർ ഭാഗമാണ്, അതുകൂടി എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ദെൻ 18ാം ദിവസം എത്തുമ്പോഴത്തേക്കും വെൻ ഡയഗ്രത്തിലേക്ക് എത്തുന്നു, റീസണിംഗ് ആണ്. ക്യാപിറ്റൽസ് ആൻഡ് കറൻസീസ് ഓഫ് കൺട്രീസ്, അതും GK ടോപ്പിക് ആണ്, അതുപോലെ തന്നെ സ്ട്രാറ്റജിക്കയുടെ ഭാഗമാണ്. ആ ഒരു ടോപ്പിക് കൂടി കവർ ചെയ്യാം. അപ്പോഴത്തേക്കും 18 ദിവസമായിട്ടുണ്ട്. ഏതാണ്ട് 6 സൈക്കിളുകൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അത്യാവശ്യം സ്ട്രാറ്റജിക്കയുടെ ടോപ്പിക്സ് നമ്മൾ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കൂടി തുടങ്ങും. കാരണം എന്താ, എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം. ഇപ്പൊ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. മാത്സും റീസണിങ്ങും ഒക്കെ അത്യാവശ്യം ടോപ്പിക്കുകൾ കവർ ആയിട്ടുണ്ട്, അവിടുന്ന് മാർക്കുകൾ കിട്ടുന്നുണ്ട്. GKയിൽ നിന്ന് കുറച്ച് ടോപ്പിക്കുകൾ കവറായി, അവിടെ നിന്ന് മാർക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസിൽ നിങ്ങൾക്ക് മോക്കൊക്കെ എടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ബൂസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇവിടേക്ക് എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എടുത്തു തുടങ്ങുക. നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പിലൊക്കെയുള്ള നമ്മുടെ ക്രാഷ് ബാച്ചിൽ നമ്മൾ എന്ത് തരുന്നുണ്ട്, പ്രാക്ടീസ് ടെസ്റ്റുകൾ തരുന്നുണ്ട്. ഈ പ്രാക്ടീസ് ടെസ്റ്റുകളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങളുടെ നിലവാരം കൃത്യമായിട്ട് മനസ്സിലാക്കി കൊണ്ടുപോകാനായിട്ട് പറ്റും. ദെൻ ഡേ 19ലേക്ക് എത്തുമ്പോഴോ 19ാം ദിവസത്തേക്ക് എത്തുമ്പോഴോ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ന്യൂസുകൾ, ഇത് കറണ്ട് അഫെയർ ആണ്, കറണ്ട് അഫെയർ ടോപ്പിക്കാണ്. ഈ കറണ്ട് അഫെയർ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ദെൻ ഗവൺമെന്റ് സ്കീംസ്, ഇതും കറണ്ട് അഫെയർ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ. കാരണം കറണ്ട് അഫെയറിന് മാർക്ക് കൂടുതലാണ്. അപ്പൊ ആ രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാം. അവിടെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ടോപ്പിക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ദെൻ 20ാം ദിവസം എത്തുമ്പോഴത്തേക്കും പസിൽ, റീസണിംഗിലെ ടോപ്പിക്കാണ്. സ്പോർട്സ് ഇവന്റ്സും അവാർഡ്സും കറണ്ട് അഫെയർ ടോപ്പിക്കാണ്, കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ദെൻ 21ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റുകളും റിസൈനുകളും പഠിക്കണം, അതും കറണ്ട് അഫെയർ ടോപ്പിക്കാണ്. ദെൻ റീസണിംഗിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ പഠിക്കണം. ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി, നിങ്ങൾ ഏകദേശം ഒരു പകുതിയോടടുത്ത് എത്തുമ്പോഴത്തേക്കും കറണ്ട് അഫെയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കയറി വരുന്ന കണ്ടോ. ഏതാണ്ട് പകുതിയായപ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ പ്രിപ്പറേഷന്റെ പകുതിയോടടുത്തപ്പോഴത്തേക്കും നിങ്ങൾക്ക് കറണ്ട് അഫെയർ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ തൊട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് നിങ്ങളുടെ മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റും. എക്സാം ആകുമ്പോഴത്തേക്കും മറന്നു പോകുന്ന ഒരു പ്രശ്നം എന്ത് ചെയ്തില്ല, ഇവിടെ ഉണ്ടാവത്തില്ല. ദെൻ 22ാം ദിവസത്തിലേക്ക് നോക്കുമ്പോഴോ പ്രഷർ ഇലക്ട്രിസിറ്റി, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രഷർ ഇലക്ട്രിസിറ്റി. ഇത് ഫിസിക്സിന്റെ ടോപ്പിക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് പകുതിയോടടുത്തെത്തുമ്പോഴത്തേക്കും നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ് വിഷയങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഫിസിക്സിലെ പ്രഷറും ഇലാസ്റ്റിസിറ്റിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ പഠിക്കണം. ദെൻ ഡിസിഷൻ മേക്കിംഗ്, റീസണിംഗിലെ ടോപ്പിക്കാണ്, കൃത്യമായിട്ട് പഠിക്കാം. ദെൻ 23ാം ദിവസത്തേക്ക് എത്തുമ്പോഴത്തേക്കും ടൈം ആൻഡ് വർക്ക്, നമ്മൾ വീണ്ടും മാത്സിലേക്ക് വരുന്നു. ടൈം ആൻഡ് വർക്ക് പാർട്ട് 1 പഠിക്കാം. ദെൻ മോഷൻ എന്ന് പറയുന്ന ഫിസിക്സിലെ ടോപ്പിക് കൂടി എന്ത് ചെയ്യാം, കവർ ചെയ്യാം. ദെൻ 24ാം ദിവസം കറണ്ട് ഇലക്ട്രിസിറ്റി, ഫിസിക്സിലെ ടോപ്പിക്കാണ്. ദെൻ ടൈം ആൻഡ് വർക്കിന്റെ പാർട്ട് 2 നിങ്ങൾ കവർ ചെയ്യാം. ഇവിടെ 24 ദിവസങ്ങളായിട്ടല്ലേ, 24 ദിവസങ്ങൾ ഏതാണ്ട് പകുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഭാഗമായി കൃത്യമായിട്ട് മോക്ക് അല്ലെങ്കിൽ പ്രാക്ടീസ് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുക, PYQs ചെയ്ത് നോക്കുക. അതിനോടൊപ്പം തന്നെ ഇതെല്ലാം നമ്മുടെ ആ ബാച്ചിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് തരും കേട്ടോ. 1700 രൂപ മാത്രമേ ബാച്ചിൽ വരുന്നുള്ളൂ കേട്ടോ. എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യാം, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദെൻ ഇതിന് ശേഷം 25ാം തീയതി ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന റീസണിംഗിലെ ടോപ്പിക്ക്, ലൈറ്റ്, ആറ്റമിക് ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്ന ഫിസിക്സിലെ ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇത് റീസണിംഗ് ആണ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. ലൈറ്റ് വരുന്നത് എവിടെയാണ്, നമ്മുടെ ഫിസിക്സിലാണ്. ദെൻ 26ാം ദിവസം വേരിയസ് യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്, വെയിറ്റ് ഒക്കെ പഠിക്കത്തില്ലേ, വെയിറ്റ്, ഗ്രാവിറ്റേഷൻ, ഇതൊക്കെ പഠിക്കുന്നത് എല്ലാം ഫിസിക്സിലെ ടോപ്പിക്കുകളാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു പോകാനായിട്ട് പറ്റും. ദെൻ ഡേ 27 വരുമ്പോൾ നോൺ മെറ്റൽസ്, മെറ്റലർജി വരുന്നതാണ്. ഇത് കെമിസ്ട്രി ആണ് അല്ലേ, കെമിസ്ട്രിയിലെ നോൺ മെറ്റൽസ്, മെറ്റലർജി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ദെൻ കെമിക്കൽ ബോണ്ടിങ്ങും ഇവിടെ വരുന്നതാണ്. കെമിക്കൽ ബോണ്ടിങ്ങും ഈ പറയുന്ന കെമിസ്ട്രിയിൽ തന്നെ വരുന്ന ഭാഗമാണ്. ഓക്കെ അല്ലേ. ദെൻ അടുത്ത് നോക്കിയാൽ 28 എലമെന്ററി ഓൾജിബ്ര, റീസണിംഗിലെ ഭാഗമാണ്. ദെൻ റിവേഴ്സ് എവിടെയാണ് വരിക, റിവേഴ്സ് ജോഗ്രഫിയിലാണ് വരിക. തിരികെ ജോഗ്രഫിയിലേക്ക് പോകുന്നു. ദെൻ 29ാം ദിവസം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ്. ദെൻ അതിനുശേഷം മെൻസുറേഷൻ പാർട്ട് 1 നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ദെൻ 30ാം ദിവസം എത്തുമ്പോൾ ജോമെട്രി ആൻഡ് ട്രിഗ്നോമെട്രി പാർട്ട് 1ഉം 2ഉം നിങ്ങൾ എന്ത് ചെയ്യുക, കവർ ചെയ്യാം. ഓക്കെ, 2 ടോപ്പിക്കുകളാണ്. അത് എന്താണ്, ജോമെട്രി അതേപോലെ തന്നെ ട്രിഗ്നോമെട്രി. ഈ രണ്ടും എന്ത് ചെയ്യാം, നിങ്ങൾ 30ാം തീയതി ആകുമ്പോഴത്തേക്ക് കവർ ചെയ്യാം. ഇപ്പൊ 30 ദിവസമായി, ഇനിയും 15 ദിവസം കൂടെ ഉണ്ട്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ മോക്ക് എടുക്കണം, നിങ്ങൾ ഇംപ്രൂവ്മെന്റ് നിങ്ങൾ മനസ്സിലാക്കണം, പക്കയായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുക, റിവിഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഒന്നോട്ട് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വായിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്കിലേക്ക് ബൂസ്റ്റ് ആയിട്ട് പോകാനായിട്ട് പറ്റും. ഇനി 31ാം ദിവസം നോക്കിയോ, 31ാം ദിവസം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, റീസണിംഗ് ടോപ്പിക് അല്ലേ. ടൈം ആൻഡ് ഡിസ്റ്റൻസ് പാർട്ട് 1 മാത്സിന്റെ ടോപ്പിക് അല്ലേ. ദെൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് പാർട്ട് 2 ആണ് 32ാം ദിവസം. അതിനോടൊപ്പം തന്നെ മെൻസുറേഷന്റെ പാർട്ട് 2 നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ദെൻ 33ാം ദിവസം മെൻസുറേഷൻ പാർട്ട് 3 നിങ്ങൾ പഠിക്കുക. അതിനോടൊപ്പം തന്നെ സിംപ്ലിഫിക്കേഷൻ നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചായിരുന്നു. അവിടെ ഇനി എന്ത് ചെയ്യുക, ഒരു റിവിഷൻ കൊടുക്കുക. സിംപ്ലിഫിക്കേഷൻ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്, അതിന് ഈ ഒരു റിവിഷൻ കൊടുക്കുക. ഓക്കെ, കാരണം സിംപ്ലിഫിക്കേഷനിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്, മറന്നു പോകാൻ സാധ്യതയുള്ളതുമാണ് സിംപ്ലിഫിക്കേഷൻ. അതുകൊണ്ട് സിംപ്ലിഫിക്കേഷൻ വീണ്ടും എന്ത് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് സ്ട്രെയിൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. സിംപ്ലിഫിക്കേഷൻ പാർട്ട് 2 തന്നെയാണ് ഞാൻ 34 ഇട്ടിരിക്കുന്നത്. ദെൻ ഇമ്പോർട്ടന്റ് മൂവ്മെന്റ്സ് ആൻഡ് ലീഡേഴ്സ്, ഇതും ഹിസ്റ്ററിയുടെ ഒരു ടോപ്പിക്കാണ്. ദെൻ 35ലേക്ക് എത്തുമ്പോഴത്തേക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് പാർട്ട് 1, LCM പാർട്ട് 1. ചില ടോപ്പിക്കുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്,
അത് ഏറ്റവും കൂടുതൽ തവണ എന്ത് ചെയ്യുന്നതാണ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗമായതുകൊണ്ടാണ് വീണ്ടും ഒന്നുകൂടി ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത്. 36ാമത്തെ ദിവസം പ്രോഫിറ്റ് ആൻഡ് ലോസ് പാർട്ട് 2 ഇട്ടിട്ടുണ്ട്. ദെൻ LCM പാർട്ട് 2 ഇട്ടിട്ടുണ്ട്, പഠിക്കാനായിട്ട് ശ്രമിക്കാം. ദെൻ 37ാം ദിവസം പ്രോഫിറ്റ് ആൻഡ് ലോസ് പാർട്ട് 3, LCM പാർട്ട് 3 37ാം ദിവസം പഠിക്കാം. 38 അപ്പോയിന്റ്മെന്റുകൾ കറണ്ട് അഫെയർ ആണ്, റിപ്പീറ്റ് ചെയ്യുക. ദെൻ ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ് പാർട്ട് 1 പഠിക്കാം. 39ാം ദിവസം മിനിസ്റ്റേഴ്സ് കറണ്ട് അഫെയർ ആണ്, ഇത് സെൻട്രൽ മിനിസ്റ്റേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ദെൻ ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ് പാർട്ട് 2നും ഇമ്പോർട്ടൻസ് കൊടുക്കാം. ദെൻ 40ാം ദിവസം സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിലെ IT-യിലെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. ദെൻ 40ാം ദിവസം തന്നെ നമ്മുടെ കലണ്ടർ ആൻഡ് ക്ലോക്ക് എന്ന് പറയുന്ന ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. ദെൻ മെമ്മറി ഡിവൈസസ് 41ാം ദിവസം കലണ്ടർ ആൻഡ് ക്ലോക്ക് അതേ ദിവസം തന്നെ നിങ്ങൾ പഠിക്കാം. 42ാം ദിവസം IT ആക്ട് 2000 നിങ്ങൾ പഠിക്കുക. സ്പോർട്സ് ലിറ്ററേച്ചർ അവാർഡ്സ് കറണ്ട് അഫെയർ ആണ്. ദെൻ കലണ്ടർ ആൻഡ് ക്ലോക്കിന്റെ 3ാമത്തെ പാർട്ട് നിങ്ങൾ പഠിക്കുക. കലണ്ടർ ആൻഡ് ക്ലോക്കിൽ നിന്നും അത്യാവശ്യം ചോദ്യങ്ങൾ വരാറുള്ളതാണ്. ആ ടോപ്പിക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുക. ദെൻ 43 ലാസ്റ്റ് ആണ്. 43ാം തൊട്ട് 45 വരെ 3 ദിവസങ്ങൾ നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നാഷണൽ ഇൻകം, ന്യൂ എക്കണോമിക് പോളിസി, RBIയുടെ പോളിസീസ് ഇതുകൂടി എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത്രയുമാണ് 45 ദിവസം കൊണ്ട് 45 ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ചു തീർക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഇതാണ്. ഇത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റും. ഇതിനോടൊപ്പം തന്നെ ബാക്കി ടോപ്പിക്കുകളൊക്കെ പഠിച്ചോ. ഞാൻ എന്ത് ചെയ്യുക, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുക. ഇതിൽ ഞാൻ ബയോളജി കൂടി ഉൾപ്പെടുത്താനായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബയോളജി ഇടാത്തതെന്ന് ചോദിച്ചാൽ, ബയോളജിയുടെ എല്ലാ ടോപ്പിക്കുകളും, ബയോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൽ പ്രത്യേകിച്ചൊരു ടോപ്പിക്കില്ല, എല്ലാ ടോപ്പിക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് കൂടുതലായിട്ട് വരുന്ന ഭാഗമാണ്. അതുകൊണ്ട് ആ ടോപ്പിക്കുകൾ എന്ത് ചെയ്തോളുക, സ്വന്തമായിട്ട് തന്നെ ഒരു സ്റ്റഡി പ്ലാന്റെ ഭാഗമാക്കിയിട്ട് നിങ്ങൾക്ക് സമയം എങ്ങനെയാണോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക ആ രീതിയിൽ അതുകൂടി പഠിച്ചോളുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു സെഷൻ ആയിരുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് വിചാരിക്കുക. ഇതിന്റെ PDF ഞാൻ ടെലഗ്രാം ചാനലിൽ എന്ത് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്തേക്കാം, ആ ടെലഗ്രാം ചാനലിൽ നിന്ന് അത് എടുത്ത് വെച്ച് പഠിച്ചോളുക. അപ്പം ഇനിയും ഈ ഒരു RRB ഗ്രൂപ്പ് ഡിയുടെ ഒരു അൺലിമിറ്റഡ് ക്രാഷ് ബാച്ചിലേക്ക് നമ്മൾ വരികയാണ്. ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടും. അതിനോടൊപ്പം തന്നെ ലൈവ് സെഷൻസ് കിട്ടും. അതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കിട്ടും. ദെൻ 100 മാർക്കിൻ്റെ പ്രാക്ടീസ് ടെസ്റ്റുകൾ കാണും. ഡെയിലി ഓരോ ടോപ്പിക്കുകൾ വരുമ്പോൾ ടോപ്പിക്കുകൾ ടെസ്റ്റുകൾ കാണും. അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള മെൻറ്റർഷിപ്പ്, എല്ലാ മൺഡേയ്സിലും ഒരു മെൻറ്റർഷിപ്പ് കാണും. ഇതിനോടൊപ്പം തന്നെ മെൻറ്റർഷിപ്പ് സെഷൻ അമൽ സാറാണ് കൊണ്ടുപോവുക. അതിനോടൊപ്പം തന്നെ എല്ലാ ബാച്ചുകളിലും ഓരോ മെൻറ്റേഴ്സ് കാണും. അവർ എന്ത് ചെയ്യും, നിങ്ങൾ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യും. ഇതൊരു ടെലഗ്രാം ചാനൽ ഉണ്ടാവും, അവരെ കൃത്യമായിട്ട് അതിൽ നിങ്ങളെ അഡ്രസ്സ് ചെയ്യും. ഇതൊന്നും പോരാഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള ലൈവ് സെഷൻസ് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. 1700 രൂപ മാത്രമാണ് ഈ ബാച്ചിന്റെ ഫീസ്. എത്രയും വേഗം ബാച്ചിലേക്ക് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാം, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടിപൊളിയായിട്ട് പഠിക്കുക. ഇനിയുള്ള സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റും. താങ്ക് യു സോ മച്ച്.